ൾക്ക് മാത്രം കൊടുത്താ പോരാ. പടച്ചവനെ ഇവന്റെ ദുഃഖത്തിനും ഇവന്റെ സന്തോഷത്തിനും ഇവന്റെ കൂടെ കഴിയുന്ന ഇവന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ഇവന്റെ ഇണയുണ്ടല്ലോ. പടച്ചവനെ ഇവന്റെ ഭാര്യയുണ്ടല്ലോ, ആ പാവപ്പെട്ടവൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എന്നിട്ടവിടുന്ന് മലക്കുകളെ നിർത്തുന്നില്ല, അവര് പറയുകയാ അല്ലാഹുവേ, ഇവന്റെ രക്തത്തിൽ പിറന്ന ഇവന്റെ മക്കളുണ്ടല്ലോ, ആ മക്കൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഇവന്റെ മക്കൾക്കും നീ പുറത്തു കൊടുക്കണം തമ്പുരാനോ, അവരോട് കരുണ കാണിക്കണം തമ്പുരാനോ, അവനെ നീ നരകത്തിലിട്ട് ശിക്ഷിക്കല്ലേ അല്ലാ, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ആർക്ക് വേണ്ടിയെന്നറിയുവോ? ആർക്ക് വേണ്ടിയാണ്? പടച്ച റബ്ബിന്റെ മലക്കുകളോ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത, ഒരു നിമിഷം പോലും ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ മാറ്റിവെക്കാതെ പടച്ച റബ്ബ് കൊടുത്ത നാവ് കൊണ്ട് നല്ലത് മാത്രം പറഞ്ഞ മലക്കുകൾ പറയുകയാ, അല്ലാഹുവേ, ഇവരെയും ഇവന്റെ മാതാപിതാക്കളെയും ഇവന്റെ ഭാര്യ സന്താനങ്ങളെയും നീ കുടുംബസമേതം സ്വർഗത്തിലേക്ക് കടത്തിവിടണേ അല്ലാ എന്നല്ലാഹുവിന്റെ മലക്കുകളെ ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം, അത് കള്ളു കുടിച്ചതാണെങ്കിലും വ്യഭിചരിച്ചതാണെങ്കിലും പലിശ തിന്നതാണെങ്കിലും എന്ത് വൃത്തികെട്ട് കാണിച്ചതാണെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ നീ അതൊന്ന് ഏറ്റുപറഞ്ഞാൽ, അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപത്തെ കുറിച്ച് നീ ഏറ്റുപറഞ്ഞാൽ, നീ, നിന്റെ മാതാപിതാക്കള്, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ കുടുംബസമേതം സ്വർഗം കൊടുക്കണേ എന്ന് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇതിനേക്കാളും കൂടുതൽ നമുക്ക് എന്താ വേണ്ടേ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഈ ഫാൻ അങ്ങോട്ട് വെച്ചോ, ഇങ്ങോട്ട് വെച്ചോ, ഫാൻ തിരിച്ചു വെച്ചോ, എനിക്ക് വേണ്ട. ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയുന്നവന്റെ കുടുംബസമേതം സ്വർഗത്തിൽ പോകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.